ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. തൃശൂർ പൂരം പോലീസ് അലങ്കോലമാക്കിയെന്ന ആരോപണത്തിലടക്കമാണ് മൊഴിയെടുക്കുക. PV അൻവർ MLA, MR അജിത് കുമാർ എന്നിവരുടെ മൊഴി നേരത്തെ എടുത്തിരുന്നു. ഇരുവരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകാൻ ചെയ്യുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലാണ്. വാർത്തയുടെ വിശദാംശങ്ങൾക്ക് കടക്കുന്നതിന് മുൻപ് ഉത്രാടപ്പാച്ചിലേക്ക് കടന്നിട്ടുണ്ടോ? എങ്ങനെയാണ് പൊതുവെ ഓണാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഉത്രാട ദിവസമൊക്കെ എങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്? ശ്രുതി, ശിശിര, ഉത്രാടപ്പാച്ചിൽ നമുക്കറിയാം തിരുവോണത്തിന് തലേ ദിവസത്തെ അവസാനവട്ട ഒരുക്കം. നമ്മൾ പറയുമല്ലോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുക. അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവസാന ഓട്ടപ്പാച്ചിലായി നടത്തിക്കൊണ്ട് അത് സ്വരൂപിക്കുക എന്നുള്ളതാണ് ഈ ഉത്രാടപ്പാച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരത്ത് നമ്മൾ ഉത്രാടപ്പാച്ചിലൊക്കെ തന്നെ കവർ ചെയ്യുന്നത് പഴവങ്ങാടിയിലും അതുപോലെ തന്നെ ചാല മാർക്കറ്റിലൊക്കെയാണ്. അല്പസമയത്തിനകം തന്നെ സുനിഷ ഉൾപ്പെടെയുള്ളവർ അവിടെ നമ്മൾ വിന്യസിക്കും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ ഇന്നിപ്പോൾ തിരുവനന്തപുരം ബ്യൂറോയുടെ ഓണാഘോഷമാണ്. നമുക്കറിയാം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിൽ അത് ആഘോഷിച്ചു പോവുക എന്നുള്ളതാണ്. നമ്മുടെ ബ്യൂറോ ചീഫ് TV പ്രസാദ് സ്ഥലത്തുണ്ടായിരുന്നില്ല, മലപ്പുറത്തായിരുന്നു. ഇന്നലെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അതൊരു ചെറിയ ആഘോഷം രീതിയിലെടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ഉത്രാടമെന്നോ നാളെ തിരുവോണമെന്നോ ഇല്ല. വാർത്തകൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ADGPക്കെതിരായിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ADGPയുടെയും അതുപോലെ തന്നെ PV അൻവറിൻ്റെയും മൊഴിയൊക്കെ തന്നെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇവരുടെ മൊഴി പരിശോധിച്ചതിലാണ് കൂടുതൽ, അതായത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കേസെന്ന് പറയുന്നത് ഈ തൃശ്ശൂരിൽ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി എന്നുള്ളതാണ്. ഈ ആരോപണം വലിയ രീതിയിൽ ഒരു വിഭാഗത്തിൻ്റെ വികാരത്തെ തന്നെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് DGP ഉൾപ്പെടെയുള്ളവരുടെ വിലയിരുത്തൽ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ മാത്രമല്ല, മറ്റ് കേസുകൾ, ഇപ്പോൾ മരമുറി കേസുണ്ട്, നമ്മുടെ മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസ്, ഒപ്പം മാമി തിരോധാന കേസ് എന്നിവ അടക്കം നിൽക്കുന്നുണ്ട് ADGPക്കെതിരായി. ഒപ്പം RSS BJP നേതാക്കളെ കണ്ടു എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ADGPയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ രണ്ട് കേസുകളിൽ, അതായത് ADGPക്കെതിരെ PV അൻവർ നൽകിയ പരാതിയിലും അതുപോലെ തന്നെ PV അൻവറിനെതിരെ ADGP മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, ഈ രണ്ട് പരാതിയിന്മേൽ മാത്രമാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഈ RSS BJP നേതാക്കളെ കണ്ടു എന്ന് പറയുന്ന ആ ഒരു ആരോപണം അത് ADGP തന്നെ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ട്, താൻ അത് കണ്ടു എന്നുള്ളൊരു കാര്യം തൃശ്ശൂരിൽ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ഇടപെടലുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ BJP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ആ ഒരു ആരോപണത്തിൽ നിലവിൽ അന്വേഷണ സംഘം മൊഴി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ADGPയുടെ മൊഴി, ആ ഒരു വിഷയത്തിൽ കൂടി ADGPയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റൊരു ദിവസം കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഒരു ദിവസം 4 മണിക്കൂറോളം മൊഴി രേഖപ്പെടുത്തി, അടുത്ത ഒരു ദിവസം കൂടി ആ മൊഴി രേഖപ്പെടുത്തുക. കാരണം ADGP തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, തനിക്ക് കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്, അത് നൽകാം, അതിനൊരു അവസരം കൂടി നൽകണമെന്ന് DGPയോട് ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരു ദിവസം കൂടി മൊഴി രേഖപ്പെടുത്തുവാനും ഈ രേഖകൾ ഹാജരാക്കുവാൻ വേണ്ടി അനുമതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അടക്കം, അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ശരി, റിനു ആണ് വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴി എടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ.